നമസ്കാരം കൂട്ടുകാരെ. ഈ ചിത്രം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് എവിടെയാണെന്നുള്ളത്. കൂർഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്. അതായത് നാംഡ്രോളിംഗ് മൊണാസ്ട്രി. അതായത് നമ്മുടെ ടിബറ്റൽ സെറ്റിൽമെൻ്റാണത്. കുശാൽ നഗർ, കൂർഗ് ഡിസ്ട്രിക്റ്റിലെ, കർണാടകയിലെ കൂർഗ് ഡിസ്ട്രിക്റ്റിലെ കുശാൽ നഗരയിലാണ് ഈ നാംഡ്രോളിംഗ് മൊണാസ്ട്രി വരുന്നത്. നാംഡ്രോളിംഗ് മൊണാസ്ട്രിയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? നമ്മളുടെ ടിബറ്റൻ സെറ്റിൽമെൻ്റാണ് ഇത്. അതായത് കുശാൽ നഗറിലെ ഏക്കർ കണക്കിന് സ്ഥലത്ത് ടിബറ്റിൽ നിന്നുള്ള 43,000-ലധികം ബുദ്ധ സന്യാസികളും അവിടുത്തെ സാധാരണക്കാരായ പൗരന്മാരും എല്ലാം താമസിക്കുന്ന സ്ഥലം. അതായത് ഇന്ത്യ രാഷ്ട്രീയ അഭയം നൽകുകയായിരുന്നു. നെഹ്റുവിൻ്റെ കാലത്താണ് ഇത് സംഭവിച്ചത്. നെഹ്റുവിൻ്റെ കാലത്താണ് ടിബറ്റിനെ ചൈന ആക്രമിക്കുന്നത്. ആ സമയത്ത് 1,00,000-ൽ പരം ടിബറ്റൻ സന്യാസികൾക്കും ജനങ്ങൾക്കുമായി ഇന്ത്യ രാഷ്ട്രീയ അഭയം നൽകുകയും അതിലൊരു സ്ഥലമാണ് ഈ കുശാൽ നഗർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടിബറ്റൻ സെറ്റിൽമെൻറ്റ് കോളനിയാണ് കുശാൽ നഗറിലെ ഈ ബൈലോകൂപ്പയിലാണ് ഈ ടിബറ്റൻ ക്ഷേത്രവും വരുന്നത്. ഈ ക്ഷേത്രം മൊണാസ്ട്രിയോട് ചേർന്ന് 43,000-ഓളം ആൾക്കാരാണ് താമസിക്കുന്നത്. ഈ മൊണാസ്ട്രിയിൽ മാത്രം 16,000-ഓളം അന്തേവാസികളും 1,000-ഓളം സന്യാസികളും താമസിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള മോണമെൻ്റ് തന്നെയാണിത്. ഒരിക്കലെങ്കിലും നമ്മൾ സന്ദർശിക്കേണ്ടിയിരിക്കേണ്ട സ്ഥലം കൂടിയാണിത്. ഇവിടെ ബുദ്ധൻ്റെ പ്രതിമയും ബുദ്ധൻ്റെ അനുചരന്മാരായിട്ടുള്ളവരുടെ പ്രതിമകളും എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇവിടുത്തെ ആചാരങ്ങളുടെ ഭാഗമാകാനുള്ള അവസരങ്ങളുണ്ട്. ഇവിടെ നമുക്ക് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കാം. പിന്നെ എണ്ണ കത്തിക്കാനുള്ള അവസരമുണ്ട്. അവിടുത്തെ സംവിധാനങ്ങളോട് ചേർന്ന് അവരുടെ മതപരമായ ടിബറ്റൻ ബുദ്ധ സന്യാസിമാരുടെ മതപരമായ ആചാരങ്ങളിൽ പങ്കുചേരാനും അത് ടിബറ്റൻ ബുദ്ധമതം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണ് ഈ പ്രദേശം. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ്. വളരെ പീസ്ഫുൾ എന്ന് പറയാം. അതായത് സാധാരണഗതിയുള്ള ബുദ്ധ ക്ഷേത്രങ്ങളുടെ എല്ലാ പ്രത്യേകതകളും കൂടിയുള്ള സ്ഥലം തന്നെയാണിത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കുശാൽ നഗറിലെ ബൈലോകൂപ്പയിലുള്ള ഈ ഗോൾഡൻ ടെമ്പിൾ അഥവാ നമ്മുടെ നാംഡ്രോളിംഗ് മൊണാസ്ട്രി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, താങ്ക് യു.